ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഓണക്കാലത്ത് തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ കൊണ്ടൽ. RDX നിർമ്മാതാക്കളുടെ ഏറ്റവും പുതിയ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രത്തിൽ ആന്റണി വർഗീസ് ആണ് നായകനായിട്ട് എത്തുന്നത്. ചിത്രം അടുത്ത ആഴ്ച സെപ്റ്റംബർ 13 തിയേറ്ററുകളിലേക്ക് എത്തും. ട്രെയിലർ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. തെലുഗു സിനിമ ഇൻഡസ്ട്രിയിലെ മികച്ച ഇൻവെസ്റ്റിഗേഷൻ ട്രെയിലർ സിനിമകളിലൊന്നായ ഹിറ്റിന്റെ 3-ാം ഭാഗത്തിൽ നാനി നായകനായി എത്തുന്നുവെന്ന് ഹിറ്റിന്റെ 2-ാം ഭാഗത്തിൽ തന്നെ കൺഫേം ആയതാണ്. ഇന്നിപ്പോഴത്തെ നാനിയുടെ 32ാമത്തെ സിനിമയായിട്ട് ഹിറ്റ് 3-ാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അർജുൻ സർക്കാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നാനി ചിത്രത്തിന്റെ തിയേറ്റർ റിലീസ് 2025 മെയ് 1 ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. ദിലീപിനെ നായകനാക്കി ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന 2025 തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മലയാളത്തിലെ അടുത്ത വമ്പൻ സിനിമയാണ് ബബ്ബബ്ബ. ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്ന സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം പൂർത്തീകരിക്കുകയാണ്. 2-ാം ഘട്ട ചിത്രീകരണത്തിൽ ദിലീപ് ജോയിൻ ചെയ്യുന്നതാണ്. മലയാളത്തിലെ ചരിത്ര വിജയം നേടിയെടുത്ത ഈ വർഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. സിനിമ ഒരാഴ്ച മുന്നേ ഏഷ്യാനെറ്റ് ചാനലിൽ ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്തിരുന്നു. ചിത്രത്തിന്റെ ആദ്യ TRP പുറത്തു വരുമ്പോൾ 8.61 TRP ആണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. മികച്ച TRP എന്ന് പറയാമെങ്കിൽ പോലും പ്രേമലു എന്ന സിനിമയ്ക്ക് താഴെയാണ് മഞ്ഞുമൽ ബോയ്സ് TRP എന്ന് പ്രത്യേകം എടുത്തു പറയട്ടെ. നെസ്ലിന്റെ 18+ എന്ന സിനിമ കേരളത്തിൽ ഒരാഴ്ച മുന്നേ സംപ്രേഷണം ചെയ്തിരുന്നു. 1.11 TRP സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. മന്ദാകിനി എന്ന സിനിമ മഴവിൽ മനോരമയിൽ ഒരാഴ്ച മുന്നേ സംപ്രേഷണം ചെയ്തിരുന്നു. 3.81 എന്ന TRP സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. അവസാനത്തെ റിപ്പോർട്ട് മമ്മൂട്ടിയെ നായകനാക്കി GVM സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ 1-2 മാസക്കാലമായിട്ട് എറണാകുളത്തായിരുന്നല്ലോ സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. മൂന്നാറിലെ 3 ദിവസത്തെ ചിത്രീകരണത്തിനാണ് നിലവിൽ തുടക്കമിട്ടിരിക്കുന്നത്. അതേസമയം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് മമ്മൂട്ടിയുടെ ജന്മദിനം പ്രമാണിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ടൈറ്റിലാകാം, ഫസ്റ്റ് ലുക്ക് ആകാം, ഒരുപക്ഷെ ലൊക്കേഷനിൽ നിന്നുള്ള ജന്മദിന സ്പെഷ്യൽ വീഡിയോ ആകാം. ജന്മദിനത്തിൽ വരാനിരിക്കുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.